ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഞാനും പാറും കൂടി ജോലി കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് നമ്മുടെ ഹൈക്കോർട്ടിൽ ഈ ഒരു ബജിക്കട ഭയങ്കര ഫേമസ് ആട്ടോ. വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കര തിരക്കാണ്. പെട്ടെന്ന് അവിടുത്തെ സ്നാക്സ് ഒക്കെ ഫില്ലാവും. ബജ്ജികൾ മാത്രമാണ് അവിടെ ഉള്ളത്. നല്ല കിഡിലും ടേസ്റ്റി ആയിട്ടുള്ള ബജ്ജി ഷോപ്പാണ്. ഞങ്ങൾ പണ്ട് മുതലേ ഇവിടെ നിന്ന് ഞങ്ങൾ കഴിക്കാറുണ്ട്. പാറു കല്യാണം കഴിച്ച് പോയേ പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. കാരണം ഞങ്ങൾ രണ്ടുപേരുടെ അവിടെ ഇവിടെയൊക്കെ കയറി ഇറങ്ങിയിട്ടായിരിക്കും വീട്ടിലേക്ക് വരാറുള്ളത്. അപ്പോൾ ഇപ്പം നമ്മളിത് അവിടെ ബജ്ജി കഴിക്കാൻ കയറിയിട്ട് ഒരു ചായയും കുടിച്ചിട്ട്, നല്ല പാൽപ്പൊടി ചായ കേട്ടോ, നല്ല റിഫ്രഷിംഗ് ആണ്. അങ്ങനെ ബജിയും ചായയൊക്കെ കുടിച്ചിട്ട് നമ്മളിങ്ങനെ നിൽക്കുവാണ്. നല്ല രസമാട്ടോ ഇങ്ങനെ നിൽക്കാനായിട്ട്. പൈസയും കൂടി വേണം, അത് വേറെ കാര്യം. പിന്നെ നമ്മൾ ചുണ്ണൂന് ഷർട്ട് നോക്കാൻ വേണ്ടിയിട്ട് വീണ്ടും പോയിട്ടുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലായിടത്തും കയറി ഇറങ്ങിയെങ്കിലും ഒന്നും അങ്ങനെ സ്യൂട്ടായിട്ട് സെറ്റായില്ലായിരുന്നു. അപ്പോൾ അതേ ലല്ലുവിനെ വിളിച്ചിട്ട് ചേട്ടനെയും കൂടി വിളിച്ചിട്ട് ഏത് വേണമെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ. നമ്മളിപ്പോൾ പിന്നെ മാർക്കറ്റിൻ്റെ ഉള്ളിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് ആക്സസറീസും കൂടി വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്ഥിരം പോകുന്ന കുറച്ച് ഷോപ്പുകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കയറി ഒന്ന് ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പോയതാണ്. വലിയ തിരക്കായി വന്നിട്ടില്ല, കാരണം വിഷുവിനൊരു 2 ദിവസം മുമ്പായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു തിരക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ വന്നു തുടങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ സ്ഥിരം കയറുന്ന കടയിൽ കയറിയിട്ട് കമ്മലും മാലയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ഇവിടെ ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മുടെ എറണാകുളം ഏരിയയിലുള്ള, അല്ലെങ്കിൽ ആ ഒരു ഹൈക്കോർട്ട് ജംഗ്ഷൻ ആ ഒരു ഏരിയയിലൊക്കെ ഉള്ള എല്ലാവരും ഇവിടെ തന്നെ ആയിരിക്കും മേടിക്കുന്നത്. ഈ ചേട്ടൻ ഒരു 3 ഔട്ട്ലെറ്റ് ഉണ്ട്. നമ്മുടെ ആൽബർട്ട്സ് കോളേജിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു ഉന്തുവണ്ടി പോലുള്ള കടയിൽ ഈ ചേട്ടൻ സെയിൽ തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പോൾ ആ ചേട്ടന് നമ്മുടെ സ്ഥലത്ത് തന്നെ 3 ഔട്ട്ലെറ്റ് ഉണ്ട്. ഭയങ്കര വലിയൊരു കാര്യമാണ്. ഈ ബിസിനസ്സൊക്കെ തുടങ്ങുന്ന ആൾക്കാർ, എന്താ പറയുക, അതൊരു ആ ചേട്ടനൊരു പ്രചോദനം തന്നെയാട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം അത്യാവശ്യം നല്ലോണം സെറ്റിലായിട്ടുണ്ട്. കാരണം കുറേ കളക്ഷൻ ഉണ്ട്. നമുക്ക് അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട, മനസ്സിന് ഇഷ്ടപ്പെട്ട ഇഷ്ടംപോലെ സാധനങ്ങൾ കിട്ടും. പിന്നെ നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ആ നടപ്പ് തുടങ്ങി. നടപ്പ് തന്നെ നടപ്പാണ്. പിന്നെ മാർക്കറ്റിൻ്റെ ഉള്ളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. പടക്കം എപ്പോഴും വാങ്ങിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ പറൂരിൽ നിന്നൊക്കെയാണ് പടക്കം മേടിക്കാറുള്ളത്. പക്ഷേ അവിടം വരെ പോയി ഇനിയിപ്പോൾ ഒരുപാടൊന്നും മേടിക്കുന്നില്ല. കാരണം അച്ഛനുള്ളപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നമുക്കിങ്ങനെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ സെറ്റാക്കുന്നത്. ഇപ്പം നമ്മൾ ഇപ്രാവശ്യം കുറച്ച് ചുണ്ണൂനെ കാണിക്കാൻ വേണ്ടി കുറച്ച് പടക്കം മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പോയതാണ്. പിന്നെ നാളെ ഓൾറെഡി ഞാനും അമ്മയും കൂടി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ അവർ ഓൾറെഡി വിഷുവിന് അങ്ങോട്ട് പോകും. അപ്പോൾ അതിന് മുമ്പ് ജസ്റ്റ് അവരുടെ കൂടെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് പടക്കം മാത്രമേ മേടിക്കുന്നുള്ളൂ, അവനൊന്ന് കാണാൻ വേണ്ടിയിട്ട്. അധികം സീനില്ലാത്ത, ഹാംഫുൾ അല്ലാത്ത കുറച്ച് പടക്കങ്ങൾ മാത്രമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ വിഷുവൊക്കെ വരുമ്പോൾ അച്ഛനെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ വീട്ടിൽ കണി ഒരുക്കുന്നതും അതുപോലെ പടക്കങ്ങളൊക്കെ പൊട്ടിക്കണതൊക്കെ അച്ഛനായിരിക്കുള്ളൂ. കാരണം നമുക്കൊക്കെ പേടിയാണ്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചെയ്ത് ശീലിക്കണമല്ലോ. അല്ലാണ്ട് ഇപ്പം ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ്. കാരണം അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മളിത് ഓരോന്നും സെലക്ട് ചെയ്യാണ്. വെറൈറ്റി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ആ ചേട്ടനോടൊക്കെ ചോദിക്കുവാണ്. എന്താ ചേട്ടാ ഇതിങ്ങനെയാ, ഹാംഫുള്ളൊന്നും അല്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ എടുക്കുവാണ്. അപ്പോൾ ഇതൊരു കുട്ടി വ്ളോഗാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളായിട്ട് കാണാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക.